ഹാർട്ട് വീക്ക് മാറി, ക്യാൻസർ മാറി ഒരു കുട്ടിയിൽ. ഇത് മാറാരോഗങ്ങളിൽ പെട്ടതാണ്. ഇത് വന്നാൽ കിട്ടില്ല. യോഗയിൽ വന്നപ്പോഴേ പിടിച്ചിട്ട് ഔഷധങ്ങളിൽ കിട്ടില്ല, മറ്റൊന്നിനും കിട്ടില്ല. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് യോഗാചാര്യൻ ഉപേന്ദ്ര ആചാര്യാണ്. ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് മരണമാകുന്ന ആ പടികുഴിയിലേക്കാണ്. ഈ പോകാൻ പറ്റിയെന്ന് പിടിച്ചു നിർത്താനായിട്ട് ഏത് ശാസ്ത്രത്തിന് സാധിക്കും? ഒരു ശാസ്ത്രത്തിനും സാധിക്കില്ല. യോഗശാസ്ത്രത്തിന് മാത്രമേ പിടിച്ചെത്താൻ പറ്റുള്ളൂ. നടക്കുമ്പോഴേ കഴിഞ്ഞവന് മരിച്ച് യോഗ പഠിച്ച് പരിശീലിച്ചിട്ടുള്ള ആളുകൾ ഒരൊറ്റ നടന്ന് കൊഴിഞ്ഞു വീണ് മരിച്ചിട്ടില്ല. എന്തുകൊണ്ട്? പ്രാണാദി ഭേദായ പഞ്ചാത്മ. പ്രാണവായു, ഉദാനവായു, ജ്ഞാനവായു, സമാനവായു, അപാനവായു. അതനുസരിച്ച് പ്രവർത്തിച്ചു പോയിന്നാൽ മനുഷ്യ ശരീരം യുഗയുഗാന്തരമായിട്ട് നിലനിൽക്കും. വിശ്വസിക്കുമോ? ക്യാൻസർ മാറിയെന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റിക്കൊടുത്തെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ വിശ്വസിക്കുക. എന്നാ കുട്ടി വിചാരിച്ചിട്ട് MBA പഠിക്കണം. മനസ്സിനും ശരീരത്തിനും ഒരേപോലെ ഉന്മേഷം നൽകുന്ന ഒരു വ്യായാമമാണ് യോഗ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് യോഗാചാര്യൻ ഉപേന്ദ്ര ആചാര്യാണ്. നമസ്കാരം. ഇപ്പം അച്ഛന് ഇപ്പോൾ 103 വയസ്സോളം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഇത്രയും വർഷക്കാലം യോഗ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പം എങ്ങനെയാണ് ഇത്രയും വർഷകാലത്തെ ഈ യോഗയുടെ അനുഭവങ്ങളൊക്കെ? 63 കൊല്ലം. ഈ 63 കൊല്ലത്തിനിടയ്ക്ക് യാതൊരു അസ്വസ്ഥതയുമില്ല. നമ്മൾ സാധാരണ കഴിക്കുന്ന സസ്യാഹാരങ്ങൾ മാത്രം, ഇറച്ചിയും മുട്ടയില്ല. അത് കൊഴുപ്പ് കൂടുതലാണ്. കൊഴുപ്പ് കൂടുതലാകുമ്പോൾ ശ്വാസകോശങ്ങളിൽ കൊഴുപ്പ് ഒന്ന് വീണാൽ അത് ഗതാഗതത്തിന് തടസ്സം വരും. അപ്പോൾ ഹാർട്ട് വീക്കാവും, അല്ലെങ്കിൽ ശ്വാസം മുട്ടാവും, അല്ലെങ്കിൽ പ്രമേഹമാവും, അല്ലെങ്കിൽ മഹാത്വ, അങ്ങനെ ഒരുപാട് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു രോഗവും അടുക്കില്ല. അപ്പോൾ അത് പറയുമ്പോൾ അതിന് മുമ്പ് തന്നെ പറയണം വേറൊരു കാര്യമുള്ളത്. പ്രകൃതിയിലെ ഈ ശരീരം പ്രപഞ്ചത്തിൻ്റെ ചെറിയ ഒരു സ്റ്റാമ്പ് രൂപമാണ്. ആകാശം, ഭൂമി, അഗ്നി, ജലം, വായു. ആകാശവും ഭൂമിയും ഒഴിച്ചാൽ അഗ്നി, ജലം, വായു. ഇതിനെയാണ് ത്രിദോഷങ്ങളെന്ന് പറയുന്നത്. 3 ദോഷകാരന്മാരാണ്. എന്തുകൊണ്ട് അതിൻ്റെ ദോഷകാരന്മാരെന്ന് പറയുന്നത്? അഗ്നി ജലത്തിൽ ചേരൂല, ജലം അഗ്നി ചേരുക ഇല്ല, വായു ഇത് രണ്ടിനും ചേരൂല. അതുകൊണ്ടാണ് ആചാര്യന്മാർ പറഞ്ഞേക്കണേ ഇവർ ദോഷകാരന്മാരാണ്. എന്നാൽ ഇവർ വേണമെന്താനും ജലാവശ്യമുണ്ട്, ശരീരത്തിൽ ജലാവശ്യമുണ്ട്, ചൂട് ആവശ്യമുണ്ട്, വായു ആവശ്യമുണ്ട്. അവർ 3ഉം മിശ്രമായിട്ട് സമനിലയിൽ പ്രവർത്തിച്ച് വരുന്ന ഏതൊരു ശരീരമുണ്ടോ ആ ശരീരത്തെയാണ് ആരോഗ്യമുള്ള ശരീരം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ നിങ്ങൾ ആയിരിക്കും ഒരു ടൂറിന് പോയി വന്നാൽ കുറേ വെയിലുമുണ്ട് ഇല്ലേ? വെയിൽ കൊണ്ടുമ്പോൾ നിങ്ങൾക്ക് ദാഹം ഉണ്ടാവും. വെയിൽ കൊണ്ടപ്പോഴല്ലേ ദാഹം. അതിന് മുമ്പത്തെ ദാഹം ചെയ്ത് ഇവിടെ ജലമുണ്ട് താനും. ആ ശരീരം ചൂടാകുമ്പോൾ അത് തണുപ്പിക്കാനുള്ള ശേഷി ഈ ശരീരത്തിലുണ്ട്. അതിനാണ് ശീതളി പ്രാണായാമം എന്ന് പറയുന്നത്. നേരെ മറിച്ചാണെങ്കിലോ, തണുപ്പ് കൂടുതലാണെങ്കിലോ അഗ്നിധാരക്രിയ. ചൂടിനെ തടുക്കാൻ അഗ്നിയും അഗ്നിയെ തടുക്കാൻ ജലവും പ്രവർത്തിക്കേണ്ട വായു. അതാണ് ത്രിദോഷങ്ങൾ. ആ ത്രിദോഷങ്ങളുടെ സമനിലയിലുള്ള പ്രവർത്തനമാണ് ആരോഗ്യം. അപ്പോൾ വൈദ്യസഹായം വേണ്ട. ഈ വായുവിൻ്റെ പ്രവർത്തനം കൊണ്ട് ഇപ്പോൾ നമ്മളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ആമാശയം, പക്വാശയം, ജഹർത്ത്, പ്ലീഹ, വൃക്ക, കരള്, പാൻക്രിയാസ് എന്നുള്ള ഭാഗങ്ങളൊക്കെ പ്രവർത്തനങ്ങളിൽ വായു മാത്രം മതി. വായുവുണ്ട് തന്നെ, പ്രകൃതിയിൽ തന്നെ ഉണ്ട്. യാതൊരു കാരണവശാലും പ്രകൃതിയിൽ വായു നിന്നിട്ടില്ല. യുഗാന്തരങ്ങളായിട്ട് ഈ വായു പ്രവർത്തിക്കുന്നുണ്ട്, നിന്നിട്ടില്ല. ഒരു സെക്കൻഡ് പോലും വായു ഇല്ലാതെ വന്നിട്ടില്ല.
ആ വായുവാണ് നമ്മുടെ ശരീരത്തിൽ പ്രകൃതിയിൽ പ്രവർത്തിക്കുന്നത്. അതിന് ആചാര്യന്മാർ വാദം, പിത്തം, കഫം, വായു, അഗ്നി, ജലം ത്രിദോഷങ്ങൾ, ആ ത്രിദോഷങ്ങളുടെ സമനിലയിലുള്ള പ്രവർത്തനത്തിലാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ പ്രാണനെ സംബന്ധിച്ച് പറയണം. പ്രാണൻ എത്രയുണ്ട്, എവിടെയില്ല ഇരുന്ന് പ്രവർത്തിക്കണോ എന്നുള്ളതിനെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കണം. ആ ശാസ്ത്ര ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, പ്രാണാദിഭേദാൽ പഞ്ചാത്മാവ് വായു പ്രാണോത്ഥ ഉരക്കണ്ഠ ചരോബുദ്ധി ഹൃദയേന്ദ്രിയ ചിത്തദൃക് ഒരുപാടാണ്. മറ്റൊന്ന് ഉദാനവായു കണ്ടെത്തൽ. ഉദാനസ്യ നാസാനാഭികലാഞ്ജലി. ഉദാനവായു കണ്ടെത്തലും മൂലാധാരത്തിലും നാസാഗ്രത്തിലും പ്രവർത്തിക്കുന്നു. മറ്റൊന്ന് വ്യാനവായു. വ്യാനോ ഹൃദസ്ഥിത കൃഷ്ണദേഹജാരി മഹാജഹ വിക്ഷേപണ നിമിഷ ഉന്മേഷനാനിച്ച വ്യാനവായുണ്ട്. മറ്റൊന്ന് സമാനവായു. സമാനവും അഗ്നിസമീപത്തെ കോഷ്ഠേ ശരീരസർവ്വതവും. സമാനവായു ജഠരാഗ്നിക്ക് സമീപം ഇരുന്നു കൊണ്ട് കോഷ്ടം മുഴുവൻ പ്രവർത്തിക്കുന്നു. മറ്റൊന്ന് അപാനവായു. അപാനോ ഉപമാന ശ്രോണിവസ്തുമേഷ്ടോരുഗോചര ശുക്ല ആർത്തവ കെൺ മൂത്ര ഗർഭനിഷ്കണമനക്രിയ. ഇത്രയും കാര്യങ്ങൾ ഈ പ്രാണത്തിൽ ഈ വായുവിൻ്റെ പ്രവർത്തനത്തിലുള്ളതാണ്. അച്ഛൻ ഏത് വയസ്സ് മുതലാണ് യോഗ അഭ്യസിച്ചു തുടങ്ങിയത്? 56-57 കാലഘട്ടത്തിൽ. ഇതുവരെ മടങ്ങിയിട്ടില്ല. 63 കൊല്ലം കൃത്യമായിട്ട് പറയാം. അത് കൂടുതലുള്ളൂ. 60, 61, 64 ഉണ്ട്. എങ്കിലും ചിലപ്പോൾ ഇടയ്ക്ക് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ പോയപ്പോൾ എടുക്കാതെ വന്ന് എവിടെ പോയിരുന്നാലും അതെടുക്കുന്ന സ്വഭാവമുണ്ട്. അതാരും കാണുകയില്ല. അപ്പം അങ്ങനെ ചില സ്ഥലത്ത് പോയപ്പോൾ എടുക്കാൻ സൗകര്യപ്പെടാതെ വന്ന ചില ദിവസങ്ങളിൽ മാത്രം. ബാക്കി എല്ലാ ദിവസവും എടുക്കും, ചെയ്യും, മുടക്കില്ല. യോഗാഭ്യാസം ചെയ്യുന്നത്, യോഗ ഇപ്പം ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തെ പിടിച്ചു നിർത്തുക? അത് യോഗ വഴി നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ആമാശയം, പക്വാശയം, ഹൃത്ത്, ഈഹ, വൃക്ക, കരള്, പാൻക്രിയാസ്, ക്യാസം, മഹോദരം, ഭഗന്നരം, അങ്ങനെ ഒരുപാട് രോഗങ്ങളുണ്ട്. ത്രിദോഷങ്ങൾ ഈ സമമല്ലാത്ത കൊണ്ട് ഏറ്റക്കടച്ചിൽ വരുന്നത് കൊണ്ടാണ് ഇതിനൊക്കെ ഉത്ഭവത്തിന് കാരണം. വാദം, പിത്തം, കഫം ഇവ ഒരുമിച്ച് പ്രവർത്തിക്കണം. വായു ഇല്ലാതെ വന്നാൽ പ്രവർത്തിക്കാൻ പറ്റുമോ? പ്രവർത്തിക്കാൻ പറ്റില്ല. വായു ഇല്ലെങ്കിൽ ശരീരം പ്രവർത്തിക്കില്ല. വായുവാണ് മുഖ്യ ഘടകം. ആ വായു പ്രവർത്തിക്കുന്നിടത്തോളം കാലം ഈ ശരീരം പ്രവർത്തിക്കും. അത് എത്രായിരം കൊല്ലം വേണമെങ്കിലും ഈ പ്രവർത്തിച്ചോളും. വായു പ്രവർത്തിക്കണം. അങ്ങനെ അനുഭവത്തിക്കാണുന്നത്. ശരീരം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ശീലര് ഇത് ശരീര. ഈ ശരീരം നശിക്കുന്ന വസ്തുവാണ്. അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശരീരത്തെ എങ്ങനെ പിടിച്ചു നിർത്താം? വായു വേണം. വായുവാണ് മുഖ്യ ഘടകം. വായു പ്രവർത്തിക്കുന്നിടത്തോളം കാലം ഈ ശരീരം പ്രവർത്തിക്കും. സാധാരണ പറയുമ്പോൾ ഗംഗാദേവി നമുക്ക് ജലം തന്നെയാണ് പറയുന്നത്. അല്ല, അത് അമൃതാണ്. അമൃതിനെ പ്രയോഗം ചെയ്യുന്നതാണ്. അത് അവിടം വരെ പോയാൽ നമുക്ക് അമൃത് കഴിക്കാം. മൃതിയില്ല. അമൃത എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം മൃതിയില്ല എന്നുള്ളതാണ്. എന്നും നിലനിൽക്കും. അതാണ് ആ കാണിച്ചേക്കുന്നത്. അതിനാണ് ഇവിടെ പോകുമ്പോൾ ആചാര്യന്മാർക്ക് പല ബുദ്ധിമുട്ടുകളുണ്ട്. നാക്കിന് മേൽപോട്ട് കിടത്തും. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചത്തുവണ കാര്യമാണ്. അത് വളരെ ലഭ്യമായി നാക്ക് മേലെന്നാക്കിലോട്ട് ഇട്ട് തരച്ച് പല ദിവസങ്ങളിൽ പല കൊല്ലങ്ങളിൽ അത് പ്രാക്ടീസ് ചെയ്ത് അവിടെ വരണം. ഊർധഗതി വായു പ്രാണോർത്ഥപൂർത്തക. പ്രാണവായു ഊർധഗതിയെ കണ്ടത്തിന് മേൽപോട്ട്. അതാണ് ആ കാണിച്ചേക്കുന്നത്.
അതിന് അമൃത് എന്ന പദമാണ്. അതിന് നാശമില്ല, മൃതിയില്ലാത്ത ഒരു സാധനമാണത്. അതാണ് അതിന് അമൃത് എന്ന് പറയുന്നത്. അമൃത് എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത്, അതെന്നും ഉണ്ടാകും. ഇത് നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? അനുഭവിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ അനുഭവിക്കുന്നില്ലേ? ഉണ്ട്, അനുഭവിക്കുന്നുണ്ട്. നമ്മളെ ശ്രദ്ധിച്ചിട്ടില്ല, നമുക്കതറിയില്ല. അതാണോ ഇതാണോ എന്നുള്ളത് അറിയില്ല. അതും ഒരു ഭാഗത്ത് ഒരല്പം പ്രവർത്തിക്കുന്നുണ്ട്, അത് നമുക്കറിയില്ല. അറിയുമോ? അന്തർലീനമായിട്ട് വലിയ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇപ്പം നമ്മളിവിടുന്ന് മുകളിലേക്ക് പോകണോ? 1 2 3 അവിടെ ചെല്ലാണ്. പടിയാറം കിടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും. ശിവശംഭവം നമ്മൾ നാമം ചൊല്ലില്ലേ, അതുപോലെ തന്നെ പാദം, മൂലാധാരം, ഉദരം, ഹൃദയം, കണ്ഠം, ശിരസ് ഒക്കെ പ്രവർത്തിക്കണം. ശിരസിൽ പ്രവർത്തിക്കുമ്പോഴേ നമുക്ക് അപൂർവം ശക്തി കിട്ടുന്നുണ്ട്. വായു പ്രാണോദ്ധബോധക, പ്രാണവായു ഊർധഗതിയെ പ്രാപിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് പറയുമ്പോൾ പാലിനെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഏതാ യോഗ എന്നും പറഞ്ഞാൽ അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് അതല്ല യോഗ. യോഗ എന്ന് പറയാം, യോഗയല്ല യോഗം. യോഗ എന്ന് പറഞ്ഞാൽ അത് ഏകവചനമാണ്. യോഗം, യോഗ എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ. ഒരു വസ്തുക്കളെ കൊണ്ട് എന്ത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും? ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ല. അതൊന്നിൽ കൂടുതൽ വേണം യോഗം. അപ്പോൾ പ്രവർത്തിക്കാം. യോഗം എന്ന് പറയുമ്പോൾ ശരീരവും വായുവും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പല പല കാര്യങ്ങൾ നമ്മളറിയാതെ കിടക്കണ്ടേ. ഇപ്പം യോഗ വന്നപ്പോൾ ഇത് പണ്ടുള്ള മേലാളന്മാർ രഹസ്യമായി അനുഭവിച്ചു പോന്നിരുന്ന ഒരു വിദ്യയായിരുന്നു. ഇത് സാധാരണക്കാർക്ക് കൊടുത്തില്ല, വിദ്യാഭ്യാസം തന്നെ കൊടുത്തില്ല. എങ്കിലും ഇത് പ്രത്യേകിച്ച് അറിഞ്ഞില്ല, കൊടുത്തില്ല. അന്നും ചില ആളുകൾക്കറിയാം, അവരും അതിന് ശ്രമിച്ചിട്ടില്ല. പിന്നീട് വന്നെ ഓരോരുത്തർ ചിലതൊക്കെ കൈകാര്യം അങ്ങനെ വന്ന സമയത്താണ് മോദി സർക്കാർ വന്നപ്പോഴാണ് യോഗയ്ക്ക് ഒരു പ്രാധാന്യം വെച്ചത്. ഇപ്പം എല്ലാവരും യോഗയിലാണ് വന്നത്. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ശരിയാക്കാം. മനുഷ്യ ശരീരം തന്നെ നിലനിർത്താം. അതിനെ സംബന്ധിച്ച് ഒരുപാട് പണി ചെയ്യണം. ഇപ്പം അതിലും ചില കള്ളന്മാർ ചേർന്നുണ്ട്. വായു എവിടെ നിന്ന് ഉത്ഭവിക്കുന്ന എനിക്ക് ചോദ്യത്തിന് മറുപടി വരണ്ടേ? പറയണം. വായു പ്രകൃതിയിൽ തന്നെ ഉള്ളതാണ്. ഉപയോഗിക്കുന്ന പ്രകൃതിയിൽ എന്ന് വെച്ചാൽ വ്യത്യാസമുണ്ട്. അപാനോപമാനക ശോണി അസ്ഥി നേറ്റോരു ഗോചര ശുക്ല ആർത്തവ കിൺ മരം കിൺ മൂത്ര ഗർഭനിഷ്കണമാക്കിയ ഇത് അപാനവായുവിൻ്റെ അധീനതയിലുള്ളതാണ്. ഇപ്പോൾ സ്ത്രീകൾക്ക് ആർത്തവ തകരാറുണ്ട്. അപാനവായുവിൻ്റെ പ്രവർത്തനം അതിന് വേറെ ചെയ്യുന്നുണ്ട്. പശ്ചിമോത്താനാസനം എന്നൊരു പ്രയോഗമുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ പരിച്ഛേദം പോയി ആർത്തവ സംബന്ധമായ എന്തെല്ലാം തകരാറുണ്ടോ അതെല്ലാം മാറിക്കിട്ടും. അതിലേക്ക് വരണം എന്നാൽ അതൊക്കെ പറഞ്ഞ് ചെയ്യിച്ച് അവരെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ശരീരം സ്വതന്ത്ര ശരീരമായിട്ട് നിൽക്കും. കേടുകൂടാതെ അസ്വസ്ഥതയില്ലാതെ നിലനിർത്താൻ നമുക്ക് സാധിക്കും. ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് മരണമാകുന്ന ആ പടികുഴിയിലേക്കാണ്. നീ പോകാൻ പറ്റിയെന്ന് പിടിച്ചു നിർത്താനായിട്ട് ഏത് ശാസ്ത്രത്തിനും സാധിക്കും? ഒരു ശാസ്ത്രത്തിനും സാധിക്കില്ല. യോഗശാസ്ത്രത്തിന് മാത്രമേ പിടിച്ചെത്താൻ പറ്റുള്ളൂ. ഇതിന് കാരണം എന്താണ്? ത്രിദോഷങ്ങളെ സമനിലയിൽ നമുക്ക് പിടിച്ചു നിർത്താം. അത് നിൽക്കുന്നവരും അവിടെ നിന്നോളും. ഉദാനവായു കണ്ടത്തിൽ ഉദാനവായു, പ്രാണവായു, ഉദാനവായു, ജ്ഞാനവായു, സമാനവായു, അപാനവായു. അപാനോ ഭുമാനഃ ശ്രോണിവസ്തുമേഷ്ടോരുഗോദ്രഃ ശുക്ല ആർത്തവ
കൽ മൂത്ര ഗർഭനിഷ്കർമാക്കിയ അത്രയും അപാനവായുവിൻ്റെ അധീനതയിലുള്ള ഇതൊക്കെ പഠിക്കണ്ടേ. അല്ലാതെ യോഗയെന്നും പറഞ്ഞ് ചില ആൾക്ക് യോഗ അറിയാൻ പാടില്ല. അതിൻ്റെ സൂര്യ നമസ്കാരമെന്നും പ്രാണായാമമെന്നും പറഞ്ഞ് 1000, 1500, 2000, 3000 വരെ മേടിക്കുന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരു പ്രാവശ്യം മേടിക്കില്ല. ഹാർട്ട് വീക്ക് മാറി ഒരാൾ, ക്യാൻസർ മാറി ഒരു കുട്ടിയുടെ, ഒരു കുട്ടി ഷുഗർ ശരിയാക്കിയെടുത്ത്, മറ്റൊരു കൂടി ശ്വാസം മുട്ട് മാറ്റിയെടുത്ത്. ഇത് മാറാരോഗങ്ങളിൽ പെട്ടതാണ്. ഇത് വന്നാൽ കിട്ടില്ല. യോഗയിൽ വന്നപ്പോൾ പിടിച്ചെടുത്ത്, ഔഷധങ്ങളിൽ കിട്ടില്ല, മറ്റൊന്നിനും കിട്ടില്ല. അതിനെ പിടിച്ചെടുത്ത് ഇപ്പം ആ കുട്ടി വരും. ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ അമ്മ ഒരു നേഴ്സായിരുന്നു. കുട്ടി പ്രവർത്തനം കണ്ടപ്പോൾ അമ്മയ്ക്ക് സംശയം വന്നു. ഡോക്ടറെ കൊണ്ട് പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞ് ഇത് ക്യാൻസറാണെന്ന് പറഞ്ഞു. അപ്പോൾ സഹോദരൻ പഠിക്കാൻ പറഞ്ഞു. സഹോദരൻ്റെ പവന് യോഗയും കൂടി കൈകാര്യം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് കൈകാര്യം ചെയ്യുന്നപ്പോൾ 10 സെക്കൻഡ് 3 മാസം കഴിഞ്ഞപ്പോൾ ചെക്കപ്പിന് പോയി, കുറവുണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത്തേനും പോയി, കുറവുണ്ടെന്ന് പറഞ്ഞു. മൂന്നാമത്തേന് പരിചയം പോയി. ഇന്ന് ആ കുട്ടി വിദേശത്ത് MBBS പഠിക്കണം. ഇവിടെ വരുമോ കുട്ടി? അല്ല, വീട്ടിലേക്ക് കുട്ടി വിശ്വസിക്കുമോ? ക്യാൻസർ മാറിയെന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റിക്കൊടുത്തെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ വിശ്വസിക്കുക. ഓഹ്, വലിയ വലിയ ഡോക്ടർമാരുണ്ടായിട്ട് അവരെ കൊണ്ടുവരാത്തില്ല, ഇയാളെ കൊണ്ടുവന്നിട്ടായിരിക്കാൻ. ഞങ്ങളുടെ ആചാര്യന്മാർ വേറെയാണ്, അവരുടെ ആചാര്യനല്ല. ഞങ്ങളുടെ ആചാര്യനെ വേറെയാണ്, ഇവരുടെ ആചാര്യനല്ല. അപ്പം അത് ഞാൻ ചർച്ചിക്കാൻ വേണ്ടിയോ ഇതുകൊണ്ട് അല്ല. യോഗയെ സംബന്ധിച്ച് ഒരാൾക്കും കുറ്റം പറയാൻ പറ്റില്ല. അതിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങളും അതിൻ്റെ ഇലക്കഞ്ഞങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം യോഗയെ സംബന്ധിച്ചിരിക്കാൻ. വായു, അതിപ്രധാനമായത് വായു. നടക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു. യോഗ പരിശീലിച്ചിട്ടുള്ള ആളുകൾ ഒരൊറ്റ നടന്ന് കുഴഞ്ഞു വീണ് മരിച്ചിട്ടില്ല. മറ്റുള്ള ആളുകൾ കുഴഞ്ഞു വീണ് ധാരാളം ആളുകൾ മരിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ശ്വാസം ശരിയല്ല. യോഗ പറയുമ്പോൾ പ്രാണൻ എന്താണെന്ന് മനസ്സിലാക്കണം. അതാണ് ആദ്യം ഇവിടെ പ്രാണാത് ഭേദാൽ പഞ്ചാത്മ. ഭേദഗതിയില്ലാതെ 5 പ്രാണനാണ്. പ്രാണവായു, ഉദാനവായു, വ്യാനവായു, സമാനവായു, അപാനവായു. പ്രാണവായു കണ്ടത്തിന് മേളിലോട്ടും, ഉദാനവായു കണ്ടത്തിലും, വ്യാനവായു ഹൃദയത്തിലും, സമാനവായു ഉദരത്തിലും, അപാനവായു മൂലാധാരത്തിലും. ഇതിലൊക്കെ ഒരു പരിധിയുണ്ട്. അതനുസരിച്ച് പ്രവർത്തിച്ചു പോയിരുന്നാൽ മനുഷ്യ ശരീരം യുഗയുഗാന്തരമായിട്ട് നിലനിൽക്കും.